വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പപ്പടം കൊണ്ടുള്ളൊരു തോരൻ ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. ഇനി പപ്പടമൊക്കെ നമുക്ക് വറുത്തൊന്ന് കോരിയെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു അരപ്പും കൂടെ തയ്യാറാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുമന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട്. സബോള നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ഞാനിവിടെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് ആ തേങ്ങ തിരുമ്മി വെച്ചില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ തിരുമ്മിയത് ഇട്ടതിന് ശേഷം നമുക്കിനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകമില്ലേ, ചെറിയ ജീരകം, അതും കൂടി ഇട്ടിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് നമുക്കൊന്ന് ചതഞ്ഞാൽ മതി, ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കൊണ്ടുവച്ചതിന് ശേഷം നമുക്കിനി ഞാൻ സബോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം. പാനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പപ്പടം ഒന്ന് വറുത്ത് കോരിയെടുക്കണം. പപ്പടം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് വശം ഒന്ന് പൊള്ളിച്ചെടുക്കണം. പപ്പടം പൊള്ളിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി വേറൊരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സബോളയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇളക്കിയതിന് ശേഷം നമുക്കിനി ആ സബോള അരിഞ്ഞു വെച്ചിട്ടില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം നമ്മുടെ പപ്പടത്തിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുത്ത് വെക്കാത്തത്. ഇനി അതവിടെ കിടന്ന് വഴലുമ്പോഴത്തേനും നമുക്ക് ഈ പപ്പടം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൈവച്ചങ്ങ് പൊടിച്ചാൽ മതി. നമുക്ക് സബോളയൊക്കെ ഒന്ന് വഴന്നോന്ന് നോക്കാം. വഴന്നിട്ടില്ല, ഇത്തിരിയും കൂടെ ഒന്ന് വഴലണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ആ ചതച്ച് കൊണ്ടുവച്ച അരപ്പില്ലേ, അതും കൂടെ ആ സബോള വഴന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ പപ്പടം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് പപ്പടവും തേങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കുക. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളിതുപോലെ പപ്പടം കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ്, അല്ലാതെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടോ? അപ്പം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.